അതുകൊണ്ടാണ് ഞാൻ സെക്രട്ടറിയുടെ പറഞ്ഞ ഈ മണ്ണുമായി എന്റെ ബന്ധം. NSS ഹിന്ദു കോളേജ്, NSS ഹെഡ്ക്വാർട്ടേഴ്സ്, മന്നം സമാധി, വേലായുധ മന്ദിരം, മാവേലി റോഡിന്, അംബിക ഹോട്ടല്, അതോടൊപ്പം തന്നെ ചർച്ചായുടെ കട. ഈ മണ്ണുമായി അത്രമാത്രം ബന്ധമുള്ളവരാണ്. ആ ബന്ധം ആര് വിചാരിച്ചാലും മുറിച്ചു മാറ്റാൻ കഴിയാത്തതാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്നും എന്റെ മനസ്സിൽ പച്ച പിടിച്ചു നിൽക്കുന്നത് ഈ അന്തരീക്ഷമായിരുന്നു. ഞാൻ കോളേജുമായി ചേർന്നത് എന്റെ പുതിയ ജീവിതവും എന്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഇവിടെ നിന്നാണ്. എന്നും എന്റെ മനസ്സിൽ അത് പച്ച പിടിച്ചു നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നായർ സമുദായങ്ങളെ ശാക്തീകരിക്കുന്ന മാത്രം കേരളത്തിലെ ജനസമൂഹങ്ങൾക്ക്, വ്യക്തികൾക്ക്, സ്ഥാപനങ്ങൾക്ക് ശക്തിയും ചൈതന്യവും പറഞ്ഞു കൊടുക്കാൻ ശ്രീ മന്നപ്രഭുരാമന് കഴിഞ്ഞു എന്നത് ഏറ്റവും വലിയ കാര്യമാണ്. അവർ നമ്മുടെ ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടി നടത്തിയ ഏറ്റവും വലിയ വിപ്ലവകരമായ പോരാട്ടമാണ് വൈക്കം സത്യാഗ്രഹം. ഇവിടെ ജനറൽ സെക്രട്ടറി ചൂണ്ടിക്കാണിച്ച പോലെ അതിന് 20 വർഷങ്ങൾക്ക് മുമ്പ് പെരുന്നയിൽ മാനവ ക്ഷേത്രം മന്നപ്രഭുരാമൻ എല്ലാവർക്കും വേണ്ടി തുറന്നു കൊടുത്തു. പട്ടികാധിപത്യമത വിഭാഗങ്ങളും പിന്നോക്കക്കാർക്കും ക്ഷേത്രത്തിൽ കയറാൻ അവസരമില്ലാതിരുന്ന കാലഘട്ടത്തിൽ വൈക്കം സത്യാഗ്രഹത്തിന് 20 വർഷം മുമ്പ് മാനവ ക്ഷേത്രം തുറന്നു കൊടുത്ത മന്നപ്രഭുരാമൻ കേരളങ്ങളുടെ ഏറ്റവും വലിയ വിപ്ലവകാരിയാണ് എന്ന് ഞാൻ അഭിമാനപൂർവ്വം പറയാൻ ആഗ്രഹിക്കുന്നത്. കേരളീയ സമൂഹത്തെ പരിഷ്കരണത്തിന്റെ പാതയിലേക്ക് നയിച്ച തേജോ ബിംബങ്ങളുടെ പട്ടികയിൽ ഒന്നാമതായി നമുക്ക് അദ്ദേഹത്തെ എഴുതിച്ചേർക്കാൻ കഴിയും. വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, എല്ലാ ജാതിയിൽപ്പെട്ടവർക്ക് ക്ഷേത്രപ്രവേശനത്തിന് നടത്തിയ സമരങ്ങൾ, ദേശീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള മുന്നേറ്റങ്ങൾ, സ്വാതന്ത്ര്യാനന്തരം തിരുവിതാംകൂർ കൊച്ചി നിയമസഭയിലേക്കുള്ള പ്രവേശനം, വിമോചന സമരം നയിച്ചിട്ടുള്ള പ്രക്ഷോഭങ്ങൾ, ഇതെല്ലാം ചരിത്രത്തിന്റെ ഭാഗമാണ്. അദ്ദേഹത്തിന്റെ മുതുകുളം പ്രസംഗം ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസംഗമാണ് മുതുകുളം പ്രസംഗം. ആ പ്രസംഗം എല്ലാവർക്കും വേണ്ടിയായിരുന്നു. പ്രത്യേകിച്ച് ഈഴവ സമുദായത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയായിരുന്നു ആ പ്രസംഗം. ആ പ്രസംഗം കഴിഞ്ഞപ്പോഴാണ് സംസ്ഥാനത്തെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലടച്ചു. സ്വാതന്ത്ര്യം കിട്ടിയ ആ പുലരിയാണ് ഭാഗ്യം അദ്ദേഹത്തിനുണ്ടായില്ല, ജയിലായിരുന്നു. പിന്നീടാണ് ജയിലിന്റെ പുറത്തു വന്നത്. അപ്പോ സ്വാതന്ത്ര്യ സമരത്തിൽ മാത്രമല്ല, പാവപ്പെട്ടവർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുള്ള അവകാശങ്ങൾക്ക് വേണ്ടി തെറ്റായ ചിന്തകൾക്കെതിരെ പോരാടാൻ കഴിഞ്ഞ ഏറ്റവും കരുത്തനായ വ്യക്തിത്വമായ അന്ന് അവർക്ക് വേണ്ടി സമരം യാത്ര നടത്തി എന്നത് നാം ഓർക്കാൻ പോലും കഴിയാത്ത